ഹലോ ആസ്പിരൻസ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അസിസ്റ്റൻറ്റ് JPA UDC സ്റ്റെനോഗ്രാഫർ എന്നീ പോസ്റ്റിലേക്കുള്ള ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേരാണ് കഴിഞ്ഞ ദിവസം എൻക്വയറി ചെയ്തത്, സാറേ ഈ എക്സാം എന്നാണ് നടക്കുക, വളരെ അടുത്തുണ്ടാവുമോ, എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പോയി എഴുതാൻ പറ്റുമോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കറിയാം, ഈ ISROയുടെ ഈ അസിസ്റ്റൻറ്റ് UDC എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാം ശരിക്ക് ഒരു SSC ആസ്പിരൻറ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു ആസ്പിരൻസിന് ഒരു പ്രിപ്പറേഷൻ ആവശ്യമില്ലാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. കാരണം സെയിം സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇതിന് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുകൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നമ്മൾ പഠിക്കേണ്ട രീതി, സിലബസ് ഒക്കെ കാര്യങ്ങൾ നോക്കി അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി കേട്ടോ. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്കറിയാം, നിലവിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം, 2024 ഞങ്ങൾ ലാസ്റ്റ് ചെയ്തൊരു എക്സാം, ഞങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തൊരു എക്സാം ഉണ്ട്. ഇതേ നോട്ടിഫിക്കേഷൻ ഇതിന് മുൻ ലാസ്റ്റ് വന്നത് 2024 എഴുതിയത്, ഇതിൻ്റെ മുന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്, അതിലേക്ക് വരാം. അപ്പോൾ ആ സമയത്ത് ആ നോട്ടിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മതിയാവും. ഓക്കെ, വീഡിയോയിൽ കിടക്കുമ്പം ഇതിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും, നിങ്ങൾക്ക് നിലവിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വാക്കൻസി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ വാക്കൻസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, നിലവിൽ ISROൻ്റെ ഈ ഒരു അസിസ്റ്റൻറ്റ് UDC ഈ പോസ്റ്റിലേക്കുള്ള എക്സാംസ് ഒരിക്കലും ഓൾ ഇന്ത്യ ലെവൽ ഒറ്റ അപ്ലിക്കേഷൻ അല്ല, നിങ്ങൾക്ക് സോൺ വൈസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, പോസ്റ്റ് നമ്പർ 1ഉം 2 അല്ലേ, ഈ 2 പോസ്റ്റിനല്ല, അസിസ്റ്റൻറ്റും JPA പോസ്റ്റാണ്, അതാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം സോണിൽ 6 വാക്കൻസിയാണ് നിലവിൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ തിരുവനന്തപുരം സോണിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾ മത്സരിക്കുന്നത് ഈ തിരുവനന്തപുരം സോണിൽ ഈ 6 വാക്കൻസിയിലേക്ക് മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് മറ്റേ സോണിലെ വാക്കൻസിയിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റായി തോന്നുന്നത് അതിലേക്ക്. അപ്പം തിരുവനന്തപുരം സോൺ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. കാരണം ISROൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെ ISROൻ്റെ അവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന സോൺ ബാംഗ്ലൂരായിരിക്കും. സ്വാഭാവികമായിട്ട് കട്ട് ഓഫിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ഓരോ സോണിലും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ് എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വാക്കൻസിയുമായി ബന്ധപ്പെട്ട് ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോയാൽ ടോട്ടൽ 242 വാക്കൻസിയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു മാസം തന്നെ 27 ജൂലൈ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങൾ ഗോ ഫോർ അപ്ലിക്കേഷൻ ചെയ്യുക കേട്ടോ. അപ്പർ ഏജ് ലിമിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് C പോസ്റ്റൊക്കെ 27 ഇയേഴ്സ് ആണ് ഏജ് വരാറുള്ളത്. ഇതിൽ 28 ഇയേഴ്സ് ഉണ്ട്. വിത്ത് റിലാക്സേഷൻ നിങ്ങൾക്ക് 3 വർഷം OBCയും 5 വർഷം SC/ST കിട്ടും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലേ, സെലക്ഷൻ പ്രോസസ്സ് 2 പ്രോസസ്സാണുള്ളത്. ഓക്കെ, ഒന്ന് റിട്ടൺ ടെസ്റ്റും പിന്നെ സ്കിൽ ടെസ്റ്റുമാണ്. റിട്ടൺ ആണ് നിങ്ങൾക്ക് എക്സാം പെൻ ആൻഡ് പേപ്പറാണ്, ഓൺലൈൻ എക്സാം അല്ല. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ സാധാരണ നമ്മൾ PSC എക്സാമൊക്കെ എഴുതുന്ന പോലെ തന്നെ നമുക്കൊരു സ്കൂളോ കോളേജോ അലോട്ട് ചെയ്യും, നമ്മൾ ബെഞ്ചിൽ പോയിരിക്കും, നിങ്ങൾക്ക് പേപ്പർ തരും, OMR ഷീറ്റ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പേപ്പറിൽ OMR ഷീറ്റുകൾ മാർക്ക് ചെയ്തിട്ട് OMR ഷീറ്റൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, പേപ്പർ നിങ്ങൾ കൊണ്ടുവരാം. ഈ രൂപത്തിൽ നമ്മൾ PSC എക്സാമൊക്കെ നടക്കുന്ന പോലെ ഒരു എക്സാമാണ് നിലവിൽ ISRO എക്സാമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ അവർ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതും അങ്ങനെ ആവാനാണ് ചാൻസ്. ഒരു പക്ഷേ ചിലപ്പോൾ മാറിയേക്കാൻ, പുതിയൊരു ചേഞ്ചൊക്കെ ഒരു പക്ഷേ വന്നൂടായില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് മറ്റൊരു ഡൗട്ട് ഉണ്ടാവാം, ഇതിൽ റിവൈസ്ഡ് വാക്കൻസി വരാനുണ്ടോ എന്നൊക്കെ കുട്ടികൾ ഒരുപാട് ചോദിച്ചിരുന്നു. അതിനൊരു ചാൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ എഴുതിയ സമയത്ത് എക്സാം അടുപ്പിച്ച് റിവൈസ്ഡ് വാക്കൻസി ഒന്നുകൂടി വിട്ടിരുന്നു. അധിക വ്യത്യാസം കഴിഞ്ഞൊരു റിവൈസ്ഡ് വാക്കൻസി സമയത്തൊക്കെ ഒരു 30 വാക്കൻസി അധികം എല്ലാ സോണിലും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ വാക്കൻസി ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് മാത്രമേ ചുരുങ്ങും. ഒന്ന് ഉറപ്പിച്ചെടുത്ത് തിരുവനന്തപുരം നിലവിൽ 6 വാക്കൻസി ഉള്ളൂ ഏത് അസിസ്റ്റൻ്റ്, ഒരു പക്ഷേ അത് കൂടിയേക്കാം കേട്ടോ, പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ക്വാളിഫിക്കേഷൻ ആണ്. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റ് UDC പോസ്റ്റാണ്, ഗ്രാജുവേഷനിൽ ഏറ്റവും മിനിമം 60% മാർക്ക് വേണം. ഓക്കെ, അത് വലിയ സംഭവമല്ല. അത് കഴിഞ്ഞ് പ്രൊഫിഷ്യൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, സാർ ഇതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് വേണോ? സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ നിങ്ങൾ ടൈപ്പിംഗ് മാത്രം ചോദിച്ചാൽ അല്ല, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇതിൽ സ്കിൽ ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് ഡീറ്റെയിൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട്, ഡിഗ്രിക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 6.3 to 10 പോയിന്റ് സ്കെയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം.
JPS സ്റ്റെനോഗ്രാഫറിനും സെയിം ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ള സ്ട്രീമിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും JPS സ്റ്റെനോഗ്രാഫിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. JPS സ്റ്റെനോഗ്രാഫിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി നിങ്ങൾക്ക് അറിയുന്ന ഉറപ്പ് വരുത്തണം. ഓക്കെ, ഓൾമോസ്റ്റ് 60 വേർഡ് പെർ മിനിറ്റ് സ്പീഡിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫിയിൽ വരാനുണ്ട്. അപ്പോൾ അതറിയുന്നവർ മാത്രം അതിന് അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ കോമൺ ആയിട്ടുള്ള ഈ അസിസ്റ്റൻറ്റ് UDC പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കേട്ടോ. 100 രൂപയാണ് ഫീസ്. അതിൽ വുമൻസും SC/ST-കാർക്കും എക്സംപ്റ്റഡ് ആണ്, അവർക്ക് ഫീസ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകൾക്ക് 100 രൂപ ഫീസ് ഉണ്ടാവും. ഓക്കെ, വൺ ഓഫ് ദ മെയിൻ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ എക്സാം പാറ്റേൺ ഫോർ ദി അസിസ്റ്റൻറ്റ് UDC എക്സാം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ എക്സാം എഴുതുന്ന ഈ ഒരു പോസ്റ്റിലേക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഇതിൽ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു SSC CGL ടയർ 1ൻ്റെ പേപ്പർ ഇൻറ്റു 2 എന്ന് പറയാം. ശരിക്കും നമുക്കറിയാം SSC CGLൻ്റെ പേപ്പർ എങ്ങനെ 100 ക്വസ്റ്റ്യൻ 1 മണിക്കൂറല്ലേ, ഇതെങ്ങനെ 200 ക്വസ്റ്റ്യൻ 2 മണിക്കൂർ. അപ്പം ആൾമോസ്റ്റ് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 50 മാത്സ്, 50 ഇംഗ്ലീഷ്, 50 മാത്സ്, 50 റീസണിങ്, 50 EK, അതുപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ടൈം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ടോട്ടൽ ടൈമാണ് കിട്ടുക. നമുക്കറിയാം ഈ പേപ്പർ എന്ത് പേപ്പറാണ്, പെൻ ആൻഡ് പേപ്പറാണ്, റിട്ടൺ ടെസ്റ്റാണ്. അപ്പോൾ ഈ എക്സാം പാറ്റേൺ പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് ടൈം ആയിരിക്കും. നോക്ക്, ഇപ്പം SSC CGL എക്സാം എഴുതുന്ന സമയത്ത് നമുക്കറിയാം 1 മണിക്കൂറിന് 100 ക്വസ്റ്റ്യൻ നമ്മൾ ഓൺലൈനായി എഴുതുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ടൈം കവറപ്പ് ചെയ്താൽ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ സെക്ഷൻ ടൈമറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ടൈം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അല്ലേ. നോക്ക്, നിങ്ങൾ അതേ പേപ്പർ 200 ക്വസ്റ്റ്യൻ 2 മണിക്കൂറിലേക്ക് നിങ്ങൾ പെൻ ആൻഡ് പേപ്പറാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണണം, വർക്കൗട്ട് ചെയ്യണം, അത് നിങ്ങൾ OMR ഷീറ്റിൽ കറുപ്പിക്കും വേണം. ഇത്രയും പണികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ 2 മണിക്കൂറിൽ 200 ക്വസ്റ്റ്യന് എടുക്കും വേണം. അപ്പം ഇതിങ്ങനെ എടുക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. നോക്കുക, ഇതിൽ സെക്ഷണൽ വൈസ് ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും GK നിങ്ങൾക്ക് ഒരു മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പേപ്പർ ക്വാളിഫൈ ആവുള്ളൂ. നോക്കുക, അത് UR കാറ്റഗറി വരുമ്പോൾ 50% മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ GKയിൽ 25 മാർക്ക് ഇല്ലാത്ത, 50ൽ 25 മാർക്ക് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ പേപ്പറിൽ കൺസിഡർ ചെയ്യില്ല എന്ന് മാത്രം. അപ്പം ഇനിയിപ്പോൾ റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 40% ആണ്, ഒരു 10% കുറവുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 200 ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ 150 ക്വസ്റ്റ്യൻ ശരിയാക്കി, അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവസാനത്തെ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കി, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ മിനിമം 25 മാർക്ക് മാത്രം വാങ്ങിയാലേ നിങ്ങൾ ടോട്ടൽ പേപ്പറിൽ ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ ടൈം ഒന്ന് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് മാനേജ്, പ്രത്യേകിച്ച് ഈ പേപ്പർ നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം ഈ ഒരു പെൻ ആൻഡ് പേപ്പറിൽ എഴുതി പല കുട്ടികൾക്കും ഇപ്പോൾ ശീലം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടൈം ഒന്ന് മാനേജ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊന്നും ഒരു SSC ആസ്പിറൻറ്റ് സംബന്ധിച്ചുള്ള വലിയ വ്യത്യാസമൊന്നും ഇതിലില്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളൊക്കെ എക്സാം ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഈ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ കാരണം കൊണ്ട് ഒരുപാട് പേര്, നല്ലൊരു ശതമാനം ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് പുറത്തായിട്ടുണ്ട്, ക്വാളിഫൈ ആവാണ്ട് പോയിട്ടുണ്ട്. ആ കാരണം കൊണ്ട് കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കേട്ടോ. അപ്പം ഈ വർഷം പിന്നെ കുറേ കൂടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവും എല്ലാവരും എക്സാം ചെയ്ത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സിലബസ് ആണ്. സിലബസ് എക്സാക്ട്ലി ലൈക്ക് SSC CGL CHSL കേട്ടോ. CGL CHSL നമ്മൾ എന്ത് സിലബസ് ആണോ അതേ സിലബസേ നമുക്ക് ഇവിടെയുള്ളൂ. വേറൊരു പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, GK. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ടൈം കളയുന്നില്ല. സ്കിൽ ടെസ്റ്റ് ആണ്. ഇതാണ് ഒരുപാട് പേര് ചോദിച്ചത്. സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് ടൈപ്പിംഗ് മാത്രമാണ്, പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ചോദിച്ചാൽ അല്ല കേട്ടോ. സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് MS വേർഡും MS എക്സലും MS പവർപോയിൻറ്റും ഈ 3 ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ സ്കിൽ ടെസ്റ്റിന് ആരെ സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സോണിൽ എത്ര വാക്കൻസി ഉണ്ടോ ഇൻറ്റു 5, 1:5 എന്നുള്ള റേഷ്യോയിലാണ് അവർ സ്കിൽ ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം സോണിലേക്ക് 6 വാക്കൻസിയല്ലേ ഉള്ളൂ. 6 വാക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ 6 × 5 30 ആളുകൾ അവരെന്തിനെടുക്കുള്ളൂ, സ്കിൽ ടെസ്റ്റിന് എടുക്കുക. അപ്പോൾ സ്കിൽ ടെസ്റ്റിന് പോകുന്ന സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റിന് പോയി എന്നുള്ളതുകൊണ്ട് എന്ത് കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് സെലക്ട് ആവണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് മാർക്ക് നേരത്തെ അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാറില്ല. കഴിഞ്ഞ ഞങ്ങൾ എഴുതിയ സമയത്തൊന്നും ഓപ്ഷൻ ഞങ്ങൾ എക്സാം എഴുതിയിട്ട് 60 കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റും കഴിഞ്ഞ് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് ഇടുന്ന സമയത്ത് മാത്രമേ മാർക്ക് പുറത്തിടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കിൽ ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ ആർക്കാണ് കൂടുതൽ മാർക്ക്, ആർക്കാണ് കുറവ് മാർക്കൊന്നും അറിയാൻ പറ്റില്ല. സ്കിൽ ടെസ്റ്റ് ചെയ്തു പോരുന്നു, ഫൈനൽ റിസൾട്ട് ഇടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് 1 മണിക്കൂറിന് സ്കിൽ ടെസ്റ്റാണ്. 1 ഹവറിൽ നിങ്ങൾക്ക് വേർഡിൽ നിന്നും എക്സലിൽ നിന്നും പവർ പോയിന്റിൽ നിന്നും നിങ്ങൾക്കൊരു, അതേപോലെ തന്നെ ഓൺലൈൻ എക്സാമാണ്, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യും. നിങ്ങൾക്കൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 3 ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 3 ഏരിയയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിൽ സേവ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ഈ 1 മണിക്കൂറിൽ.
അപ്പം ഒരു കേക്ക് വാക്കാണോ ചോദിച്ചാൽ അല്ല കേട്ടോ, കേക്ക് വാക്കല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ ബോധേഡ് ആവണ്ട. നിങ്ങളൊരു ഈ ഒരു ടയർ 1 ഒക്കെ കഴിഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഈ റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ ആൾമോസ്റ്റ് ഒരു 3 to 4 month ഒക്കെ ടൈം ഉണ്ടാവും ഈ ടയർ 2-ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൽ ടെസ്റ്റിന്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു സമയം, ആ സമയത്തൊക്കെ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതിൽ വളരെ ഈസി അല്ല. അപ്പം നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. അപ്പം MS വേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാസേജ് ടൈപ്പ് ചെയ്യാണ്ട്, ഫോണ്ട് സെറ്റ് ചെയ്യാണ്ട്, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാണ്ടാവും. അതുപോലെ എക്സലിലേക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ഉണ്ടാവും, അതിലേക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അവർ പറയുന്ന രീതിയിൽ അതിനെ സേവ് ചെയ്യണം ടേബിളിനെ. പവർ പോയിന്റ് ആണെങ്കിലും അവർ പറയുന്ന രൂപത്തിൽ അതിൻ്റെ സ്ലൈഡ് സെറ്റ് ചെയ്യേണ്ടി വരും. അത് സേവ് ചെയ്യണം പറഞ്ഞ് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈം നമുക്ക് 1 hour ആണ് അതിന് സ്കിൽ ടെസ്റ്റിന് ഉണ്ടായിരുന്നത്. അതേ പാറ്റേൺ ആണ്, വലിയൊരു വ്യത്യാസം ഈ പ്രാവശ്യം വരാൻ ചാൻസും കാണുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബോധേഡാവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്, ശുദ്ധൻ എന്നാണ് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തായാലും ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഇപ്പം ഞങ്ങൾ എഴുതിയ എക്സാം എന്ന് പറഞ്ഞാൽ 2022 ലാസ്റ്റ് അല്ലെങ്കിൽ 2023 തുടക്കത്തിലൊക്കെയാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഏത് കഴിഞ്ഞ ലാസ്റ്റ് അവസാനമായിട്ട് ISRO ഈ അസിസ്റ്റൻറ്റ് UDC പറഞ്ഞ പോസ്റ്റുകളിലേക്ക് 2022 ലാസ്റ്റ് 2023 തുടക്കത്തിലാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ അപ്ലൈ ചെയ്തു. എക്സാം എഴുതുന്നത് 2024 ഫെബ്രുവരിയിലാണ്. ആൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം വന്നത്. അതും കഴിഞ്ഞ് 2024 സെപ്റ്റംബർ മാസത്തിലെങ്ങോനാണ് നിങ്ങൾ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് 2025 ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് എന്താണ് ഫൈനൽ റിസൾട്ട് വന്നത്. അപ്പോൾ ആൾമോസ്റ്റ് ഒരു 3 year ടൈമൊക്കെ എടുത്തു റിസൾട്ട് വരാൻ. അപ്പം ഒരു ലോങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ സ്ലോ പ്രോസസ്സാണെന്ന് പറയാം. പക്ഷെ അന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അന്നൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ നീണ്ടു പോകുന്നതിന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഒന്ന് പറയണം. എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ മാത്രം എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയസ് ആണ്. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്, എക്സാമിൻ്റെ സിലബസ് എന്താണ്, പാറ്റേൺ എന്താണ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ആഡ് ചെയ്താണ്. ഒരു ജോബ് നാച്ചർ എന്താണ് അസിസ്റ്റൻസിന് അല്ലെങ്കിൽ UDCൻ്റെ വർക്ക് എന്താണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് മറ്റൊരു സമയത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരു SSC ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും പാലിക്കണ്ട, ഗോ ഫോർ CGL ഓർ CHSL. ഓക്കെ, നിങ്ങൾ ഈ 2 പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ 2 എക്സാമിന് പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് പോകാം. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യുക. എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് പോയിട്ട് എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈമുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാം ഒന്നും എന്ത് ചെയ്യേണ്ടി വരും, ആ സമയത്ത് ചെറിയൊരു പ്രാക്ടീസൊക്കെ നടത്തി പോകുന്നത് വളരെ നന്നാവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും മറ്റു ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യും, ഞാൻ പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്.